ഓം ശ്രീ ആഞ്ജനേയ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം ആണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. 2025 മെയ് 18 മുതൽ 24 വരെയുള്ള ഫലമാണ്. 27 നക്ഷത്ര ജാതകരുടെ ആഴ്ചഫലമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വാരഫല വീഡിയോയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ രാശിക്കും, അതായത് മേട രാശി മുതൽ മീനരാശി വരെയുള്ള 12 രാശികൾക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫലം, ഈ ഒരു ആഴ്ച ഫലത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിന് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതെന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ബുക്ക് ചെയ്യുക. അപ്പം അതിന്റെ ടൈമും ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം വാരഫല വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച ശത്രുപരമായിട്ടുള്ള തടസ്സം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം ശത്രുപരമായിട്ട് നല്ല തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ടും അതുപോലെ ഫാമിലിയിൽ നിന്നും ശത്രുക്കൾ ഉണ്ടാകാനും അതുപോലെ നിലവിലുള്ള ശത്രുക്കൾ വഴിയും തടസ്സങ്ങൾ നല്ല രീതിയിൽ നേരിടാനും ദൈവാധീനം തന്നെ ചിലപ്പോൾ മറയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ നരസിംഹ മന്ത്രം പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുക. ഓം നമോ ഭഗവതേ ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു നമാമിഹം. നരസിംഹ മന്ത്രം ദിവസവും ജപിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. ദൈവാധീനം നല്ല രീതിയിൽ നിലവിലുണ്ട്. പക്ഷെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം വളരെ നല്ല ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത്. ഹയർ സ്റ്റഡീസിന് പുറത്തൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വാരം കൂടിയാണ് വരാൻ പോകുന്നത്. കുടുംബദേവിയെ ദിവസവും പ്രാർത്ഥനാ വേളയിൽ പരദേവതയെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ചിലവുകൾ നല്ല രീതിയിൽ ഉണ്ടാകും ഈ ഒരാഴ്ച. പണമിടപാടുകൾ ഒന്ന് നല്ല രീതിയിൽ സൂക്ഷിക്കുക. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള വളരെ നല്ല സമയമാണ് ഇപ്പോൾ ഈ ഒരാഴ്ച കാണിക്കുന്നത്. ശത്രുപരമായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വാരം, അതായത് ഇടവ മാസം ഇപ്പം ആവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആദിത്യ കടാക്ഷം തീർച്ചയായിട്ടും ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഒരാഴ്ച. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങളെ നേരിടുന്നതല്ല. അതുപോലെ തന്നെ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യപരമായിട്ട് വളരെ നല്ല സന്തോഷവും അങ്ങനെയുള്ള ഐക്യത്തോടു കൂടി ഉള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ദാമ്പത്യ സുഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും അതുപോലെ ഐശ്വര്യവും നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ
നല്ല അനുയോജ്യമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ആഴ്ച തന്നെയാണ്. പക്ഷെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കാരണം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കടം കൊടുക്കുന്നതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ശത്രുപരമായിട്ടുള്ള അങ്ങനെയുള്ള തടസ്സങ്ങൾ നിങ്ങളെ ഈ ഒരാഴ്ച അങ്ങനെ നേരിടുന്നതല്ല. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുയോജ്യവും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അപ്പം ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ജപാകുസ്മ സങ്കാശം കാശുവേയം മഹാദിത്യം തമോരും സർവഭാവത്വം വ്രണതോസ്മി ദിവാകരം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടവ മാസത്തില് കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതിൽ വരുന്നതാണ് ഈ ഇടവക്കൂർ നക്ഷത്ര ജാതകരെല്ലാം തന്നെ. അപ്പം ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. പറ്റുമെങ്കിൽ 3 തവണയെങ്കിലും രാവിലെയും വൈകിട്ടും സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു വേളയിൽ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയ ഒരു മാസവും അതുപോലെ ഈ ആഴ്ച നല്ല ഒരു ആഴ്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ വാരഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്കും വളരെ അനുയോജ്യമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാരമാണ് വരുന്നത്. പക്ഷെ ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം, അതായത് ഫുഡ് പോയ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പുറത്തു നിന്നുള്ള ഭക്ഷണം അതുപോലെ തന്നെ പരിചയമില്ലാത്ത പുതിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട ഒരു വാരമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ നിലവിൽ ജോലിയിൽ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളെ ഈ ഒരാഴ്ച അങ്ങനെ ബാധിക്കുന്നതല്ല. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം, പ്രത്യേകിച്ച് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോകേണ്ടതാണ്. പൊതുവെ കുടുംബത്ത് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ദമ്പതികൾ ഒഴിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കിടയിലൊക്കെ വളരെ ശാന്തപരമായിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കാണിക്കുന്നത്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഉപരിപഠനത്തിന് പുറത്തേക്കൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല അനുയോജ്യമായിട്ടുള്ള പൂർണ്ണമായിട്ടും ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് അടുത്ത ഒരാഴ്ച. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല വാരമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സമയം, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറുകാർക്ക് അടുത്ത ഒരാഴ്ച അത്ര അനുയോജ്യമായിട്ടുള്ള സമയമല്ല. കാരണം നല്ല രീതിയിലുള്ള ഒരു മാനസിക പിരിമുറുക്കം, ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഔദ്യോഗികപരമായിട്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പണം ഇടപാടുകൾ വഴി അങ്ങനെ ധനനഷ്ടം ഉണ്ടാകാനുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. അപ്പം പണം ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് വിനിയോഗിക്കുക. പണം പരമാവധി കടം കൊടുക്കുന്നതൊന്ന് നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളായി വരാനുള്ള സാധ്യതകളൊക്കെ കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. അതുപോലെ
വാഹനം ഒക്കെ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ച് മാത്രം റോഡിലൂടെ വാഹനം ഓടിക്കുക. അങ്ങനെ അശ്രദ്ധ മൂലം ഉള്ള അപകടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഉപരിപഠനത്തിന് പുറത്തേക്കൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരാഴ്ച ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരാഴ്ച ഒന്ന് ഹോൾഡ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരാഴ്ച, പ്രത്യേകിച്ച് ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ആരോഗ്യപരമായിട്ടും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കരുതിയിരിക്കുക. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഈ ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് രണ്ടും ഇടകലർന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. കവടി പ്രശ്നത്തില് ശത്രുപരമായിട്ടുള്ള തടസ്സം ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അതായത് പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാര രീതി ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വാരഫല വീഡിയോയിൽ ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർ പൊതുവെ നല്ല സ്മാർട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സംസാര രീതി ഈ ഒരു വാരം നല്ല രീതിയിൽ ഒന്ന്, ഈ ഒരു വാരം മാത്രമല്ല പൊതുവെ നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു മിതത്വ ഭാവത്തോടു കൂടി പോവുകയാണെങ്കിൽ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പണം ഇടപാടുകൾ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെയുള്ള ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്സ്, അങ്ങനെ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാരമാണ്. വിദേശത്ത് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കും. ദമ്പതികൾക്കിടയിലും അങ്ങനെ അത്ര പ്രശ്നം അങ്ങനെ കാണിക്കുന്നില്ല. നല്ല ഒരു ദാമ്പത്യപരമായിട്ടുള്ള നല്ല ഒരു സമയമാണ് കാണിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു വാരമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക. ഈ ആഴ്ച പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചയെങ്കിലും കുടുംബ ദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വേളയിൽ കുടുംബ ദേവിയെ കൂടി ഒന്ന് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഈ ഒരാഴ്ച നേരിടുന്നതല്ല. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. പക്ഷെ പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ട് പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് ഉൾക്കൊണ്ട് മനസ്സിൽ അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ വാരഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ ശാന്തമായിട്ടുള്ള, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് വരാൻ പോകുന്നത്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ ഔദ്യോഗികപരമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കാനും പൂർണ്ണമായിട്ടും ദൈവാധീനം കടാക്ഷിച്ചു നിൽക്കുന്ന ഒരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുപോലെ ഫാമിലി ഇഷ്യൂസ്, ദാമ്പത്യപരമായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു, ഐശ്വര്യവും നിലനിൽക്കുന്നു. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു പോകാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു ബുധനാഴ്ച വരെ അത്ര അനുയോജ്യമായിട്ടുള്ള സമയമല്ല. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഈ ഒരാഴ്ച കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ബാധിക്കുന്നതല്ല. പൂർണ്ണമായിട്ടും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ നന്നായിരിക്കും. വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ, അവർക്ക് അനുയോജ്യപരമായിട്ടുള്ള വളരെ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വാരമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വീട് പണി, അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുയോജ്യപരമായിട്ടുള്ള വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് കാണിക്കുന്നത് അടുത്ത ഒരാഴ്ച. ഇത്രയൊക്കെയാണ് കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത്
തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നവും അതുപോലെ കാൽമുട്ടിന് ഉള്ള ചെറിയ അസ്വസ്ഥതകളും കാണിക്കുന്നുണ്ട്. അപ്പം ആരോഗ്യപരമായിട്ടൊന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ മാതാവ് വഴിയുള്ള ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലെ തന്നെ അരിഷ്ടതകൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ബന്ധുമിത്രാദികൾ ചിലപ്പോൾ വിരുന്നുകാരായി വീട്ടിൽ വന്നേക്കാം, അതിനുള്ള ഭാഗ്യവും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പല ദർശനം, ക്ഷേത്ര ദർശനത്തിനുള്ള അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരാഴ്ച. ഔദ്യോഗികപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അതായത് തടസ്സം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ കുറച്ച് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, വർക്കിലുള്ള ആ ഒരു പെർഫെക്ഷൻ ഒരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകളൊക്കെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരാഴ്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വിസ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ ഈ ഒരാഴ്ച നേരിടുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തി പട്ടോ അതല്ലെങ്കിൽ ഉടയാടയോ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഒരു പിടി പണവും സമർപ്പിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വിഘ്നേശ്വര പ്രീതിയും അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ ഒരു നാളികേരം കൂടി ഉടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വിദേശത്ത് ജോലി സംബന്ധമായിട്ടും അതുപോലെ ഉപരിപഠനത്തിനും പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കരുതിയിരിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിൽ നിങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നു. പ്രത്യേകിച്ച് വാക്കുതർക്കങ്ങൾ ഒക്കെ കഴിഞ്ഞ ചിലപ്പം ഒരാഴ്ചന് മുമ്പത്തെ ആഴ്ചയൊക്കെ ഉണ്ടായി കാണാം, അങ്ങനെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഈ ഒരാഴ്ച വളരെ ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരു വാരമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം, അതുപോലെ വിദേശത്ത് ഉപരിപഠനത്തിനും അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങളിൽ എത്തിച്ചേരാനുള്ള ആ ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെ തടസ്സങ്ങൾ ഈ ഒരാഴ്ച നേരിടുന്നതല്ല. പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിൽ ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അപ്പൊ ധനുക്കൂർ നക്ഷത്ര ജാതകര് സന്ധ്യാസമയം അതുപോലെ രാവിലെയും കുളിച്ച് ശുദ്ധിയായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പറ്റുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരവും ദിവസവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനും അങ്ങനെയുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനും സഹായകരമാകുന്നതാണ്. അപ്പോൾ ഹനുമാൻ ചാലിസ കൂടി ദിവസവും ഒന്ന് ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു ബുധനാഴ്ച വരെ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ബുധനാഴ്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന ചൊവ്വ ബുധൻ വരെ ഒന്ന് ശ്രദ്ധിക്കുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ കുടുംബത്ത് പൊതുവെ ശാന്തിയും സമാധാനവും അതുപോലെ ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, പണമിടപാടുകൾ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരാഴ്ച ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിൽ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത അതും കാണിക്കുന്നുണ്ട് കവടിയിൽ. അപ്പം പണമിടപാടുകൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകേണ്ട ഒരു വാരമാണ് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശനീശ്വര കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. ഈ ഒരു മാസം മുഴുവനും, അതായത് ഈ ഒരു ഇടവ മാസത്തിൽ പൂർണ്ണമായിട്ടും ശനീശ്വര കൃപ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം ശനി സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും നിങ്ങളെ നേരിടുന്നതല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് 7.5 ശനി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ദിവസവും 3 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ശാസ്താ ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഈ ഒരാഴ്ചയോ അടുത്ത ആഴ്ചയോ എപ്പോഴെങ്കിലും സമയം പോലെ ശാസ്താ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം ഒന്ന് ദർശനം നടത്തുക. പറ്റുമെങ്കിൽ ഒരു നീരാഞ്ജനം നിങ്ങൾക്ക് സമർപ്പിക്കാം. അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ജോലി കിട്ടാനും അതുപോലെ ജോലിയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള ദൈവികതയും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരം കൂടിയാണ്. പൂർണ്ണമായിട്ടും സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് നിങ്ങൾക്ക് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അതുപോലെ ധനപരമായിട്ട് നിങ്ങൾക്ക് ധനലാഭം കിട്ടുന്ന ഒരു വാരമാണ്. പിതാവിൽ നിന്നുള്ള സ്വത്തുക്കൾ, പിതൃസ്വത്തുക്കളൊക്കെ കിട്ടാനും അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും സഹായകരമാകുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പിതാവിന്റെ ബന്ധുക്കൾ വഴി ബന്ധുക്കൾക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മകരക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ആഴ്ചഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരരിട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ശിവ കടാക്ഷവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക, ഒരു തവണയെങ്കിലും ജപിക്കുക. അതുപോലെ ശിവ പഞ്ചാക്ഷരം 108 തവണ ജപിക്കുക. അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം ദിവസവും വിളക്ക് തെളിയിച്ച് 3 തവണയെങ്കിലും കുറഞ്ഞത് മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുകയാണെങ്കിൽ ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള, വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ലഭിക്കാൻ ഉള്ള ഒരു കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയം, ദാമ്പത്യപരമായിട്ട് നല്ല സമയം, കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. പണം ഇടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക, പണം കടം കൊടുക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള തടസ്സങ്ങളൊന്നും, ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ, അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും നിങ്ങളെ ഈ ഒരാഴ്ച അങ്ങനെ നേരിടുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഹനുമാൻ ചാലിസ്യം ജപിക്കുക, ശിവ പഞ്ചാക്ഷരം ജപിക്കുക, അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ച ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും അപ്പം ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് മുൻപോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല ഒരു വാരമാണ് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ വാരഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരരിട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല ജോലിയിൽ കയറാനുള്ള ആ ഒരു ദൈവാധീനം, പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ഫേവറബിൾ ആയിട്ടുള്ള ഒരു നല്ല വാർത്തകളൊക്കെ കേൾക്കാനും
ഉള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ സ്നേഹം നിറഞ്ഞ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, ശാന്തവുമായിട്ടുള്ള, വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരാഴ്ചയാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഈ ഒരാഴ്ച മാറി നിൽക്കുന്നു. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഒരു നല്ല സൗഭാഗ്യപരമായിട്ടുള്ള വാരമാണ് കാണിക്കുന്നത്. പക്ഷെ ആരോഗ്യം നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. അങ്ങനെ ഫുഡ് പോയ്സൺ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. പുതിയതായിട്ടുള്ള പരിചയമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ നടക്കുമ്പോഴൊക്കെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഒന്ന് സ്ലിപ്പ് ആകാതെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ അനുയോജ്യപരമായിട്ടുള്ള ഒരു വാരമാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ബന്ധങ്ങൾ വന്ന് ചേരാൻ ഉള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് കാണിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ ദർശനം നടത്തുക. കുടുംബ ദേവിയെ ദിവസവും പ്രാർത്ഥനാ വേളയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഇത്രയാണ് 27 നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞു വിട്ടെ, നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള പാപഗ്രഹ വീക്ഷണം, അങ്ങനെ ദോഷങ്ങൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണ്, ക്ലേശങ്ങൾ എന്താണ്, അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അപ്പം അതുകൂടി ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിന് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.